ശിവ കാവലിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ഹാളിൽ കൊണ്ടുപിടിച്ച ചർച്ചയിലാണ്. അതിനിടയിൽ വാക്ക് തർക്കങ്ങളും ഉയരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഒടുവിൽ താനാണ് സംസാര വിഷയം എന്ന് മനസ്സിലാക്കിയ ശിവ ഒരു നിശ്വാസത്തോടെ മെല്ലെ അകത്തേക്ക് നടന്നു. ദേ വന്നല്ലോ അസത്ത്, മനുഷ്യനെ നാണം കെടുത്താനുണ്ടായ, സ്നേഹിക്കുന്നവരെ പോലും വെറുപ്പിക്കാനുണ്ടായവൾ. ശിവയെ കണ്ടപാടെ നിത അവളുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങി. എന്നാൽ അവൾ അതൊന്നും തന്നോടല്ല എന്ന ഭാവത്തിൽ സാവിത്രിയമ്മയുടെ അരികിൽ പോയി നിന്നു. സേതു, നിന്റെ ഭാര്യയോട് ഒന്ന് വാ അടയ്ക്കാൻ പറയ്, ഇല്ലെങ്കിൽ അടപ്പിക്കാൻ എനിക്കറിയാം. സാവിത്രിയമ്മ കലിയോടെ ശബ്ദമുയർത്തുമ്പോൾ നിത മുറുമുറുപ്പോടെ വാ അടച്ചു. എന്റെ കുട്ടിയെ ചൊല്ലി ഇവിടെ ഒരു തർക്കം വേണ്ട. ഓണം കൂടാൻ വന്നവര് ഓണം കൂടി മടങ്ങിപ്പൊയ്ക്കോളൂ. നിന്റെയും ഇദ്ദേഹത്തിന്റെയും കാലം വരെ ഞങ്ങൾ നോക്കും ഞങ്ങളുടെ കുട്ടിയെ. അത് കഴിഞ്ഞാൽ ഈശ്വരൻ ഉണ്ടാവും അവൾക്ക് തുണയായി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആരുടെയും സഹായം വേണ്ടാന്ന് സാരം. അത് കേൾക്കെ എല്ലാവരുടെയും മുഖമൊന്ന് വിടർന്നു, ശിവയുടെയും. അല്ല അശോക്, എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണത്? ഈ വിവാഹം നടത്താൻ നിനക്കായിരുന്നല്ലോ ഉത്സാഹം മുഴുവൻ. ഇപ്പൊ എന്തേ നിന്റെ മിണ്ടാട്ടം മുട്ടിയോ? ഭാര്യയുടെ പുച്ഛത്തോടെയുള്ള ആ വാക്കുകൾക്ക് മുന്നിൽ അശോകന്റെ മുഖം വിളറി. എങ്കിലും അയാൾ അത് സമർത്ഥമായി മറച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ മൗനം പാലിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അച്ഛാ, വിവാഹം നടക്കും എന്നൊരു ഉറപ്പിന്മേലായിരുന്നു ഞങ്ങളൊക്കെ. പക്ഷേ അത് നടക്കാത്ത പക്ഷം ഇനി എന്തു പറയാനാണ്? അയാൾ ഗൂഢമായി പറഞ്ഞു. ആരെങ്കിലും പോയി നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ടു വരിക. ഇതിലിനി തീരുമാനം പറയേണ്ടത് അവനാണ്. അതെന്തിനാ അച്ഛാ? അവരുടെ അഭിപ്രായം ചോദിച്ചതിന്റെ ഫലമാ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നത്. അടുത്ത ഒരു നാണക്കേട് കൂടെ വാങ്ങിവെക്കാനാണോ ഇനിയും അവരുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കണത്? വാര്യർക്കുമേൽ നിത വീണ്ടും തടയിടുമ്പോൾ അയാളുടെ ഒരു നോട്ടം മതിയായിരുന്നു അവരുടെ വാ അടയാൻ. ആദി, പോയി വിളിക്കവനെ. ശരി മുത്തശ്ശ. ആദി വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ത്രിലോക് ഉള്ളിലേക്ക് വന്നു. ദേ ഏട്ടൻ വന്നു, ആദി പറഞ്ഞുകൊണ്ട് വീണ്ടും അശോകന്റെ അടുത്തേക്ക് പോയിരുന്നു. നന്ദൂട്ട, ഇവിടെ വരിക. എന്താ മുത്തശ്ശ? ത്രിലോക് അനുസരണയോടെ അയാൾക്കടുത്തേക്ക് വന്നു നിന്നു. ശിവമോളും വാ. അവളെ കൂടെ വിളിച്ചതും ശിവയും മെല്ലെ അയാൾക്കടുത്തായി വന്നു നിന്നു. എന്താ നിങ്ങളുടെ തീരുമാനം? ഇവിടെയുള്ള മറ്റാരുടെയും അഭിപ്രായം നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം അത് ഞങ്ങൾക്കറിയണം. ഓണത്തിന് ഇനി ഒരാഴ്ച തികച്ചില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്യും. അതിനു മുന്നേ ശിവയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടാക്കണം. വാര്യർ ഗൗരവത്തിൽ സംസാരിച്ചു നിർത്തുമ്പോൾ തന്നെ അതിൻ്റെ മറുപടി എന്നോണം ശിവ തൻ്റെ അഭിപ്രായം അറിയിക്കാൻ ശ്രമിച്ചു. മുത്തശ്ശ, ഞാൻ നിങ്ങളോടൊപ്പം. അവൾക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല. അതിനു മുന്നേ ത്രിലോക് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ അവനിലേക്ക് വലിച്ചു ചേർത്തു. ശിവ ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളുടെ അരക്കെട്ടിൽ വിരലുകൾ അമർത്തി പിടിച്ചു. ശിവ ഒന്ന് പുളഞ്ഞുപോയി. എന്നാൽ അവൻ അതൊന്നും കണക്കിലെടുക്കാതെ അവളെയും കൊണ്ട് അശോകന്റെയും സുജിയുടെയും മുന്നിലായി വന്നു നിന്നു. അച്ഛനും അമ്മയും കേൾക്കാനായി ഞാൻ പറയുവാണ്. ശിവ എൻ്റെ ഭാര്യയാണ് ഇപ്പോൾ. അതിന് തെളിവായി നിങ്ങൾ അറിയാത്ത ഒരു കാര്യം കൂടെയുണ്ട്. അത്രയും പറഞ്ഞ് അവനൊന്ന് നിശ്വസിച്ചു. എന്തോ പറയാനായി ഒരുങ്ങും പോലെ. അന്ന് കാവിൽ വെച്ചുണ്ടായ സംഭവം ഓർത്തെടുത്തു അവൻ. അവർ ഇരുവരും കാവിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി വന്നു നിൽക്കുമ്പോൾ ത്രിലോക് ദേഷ്യത്തിൽ അവളുടെ കൈ തട്ടി മാറ്റി. നിനക്ക് ഭ്രാന്തുണ്ടോ? മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ് ഇവിടെ വന്നു നിൽക്കാൻ. എന്ത് കോപ്പനാടി എന്നെ നീ ഇവിടെ കൊണ്ടുവന്നേ? അതിനു മറുപടിയായി ശിവ തൻ്റെ ഇടം കയ്യിലിരുന്ന സുജി രാവിലെ വാങ്ങി ഏൽപ്പിച്ച സ്വർണ്ണമാല എടുത്ത് അവൻ്റെ നേർക്ക് നീട്ടി. അത് കണ്ട് അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. വാട്ട് ഈസ് ദിസ്? എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി മാറ്റി ഇതിൽ കോർത്തിട്ട് ഒരിക്കൽ കൂടെ ഇത് എൻ്റെ കഴുത്തിൽ അണിയിക്കണം. അത് കേൾക്കെ ത്രിലോക് ഇടുപ്പിൽ കൈകുത്തി അവളെ ഒന്ന് നോക്കി. നിനക്ക് സത്യത്തിൽ ഭ്രാന്താണോ കൊച്ചേ? നാളെ പിന്നെ ഞാൻ എന്തെടുത്തിട്ട് കെട്ടണം? അതിന് ശിവ മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. നാളത്തെ കാര്യം നാളെയല്ലേ നന്ദേട്ടാ. എന്തായാലും ഇപ്പോൾ ഇത് എൻ്റെ കഴുത്തിൽ അണിയിക്കണം, എനിക്ക് വേണ്ടി. അവളുടെ കണ്ണിലെ തിളക്കത്തിൽ മറുത്തൊന്നും പറയാൻ ത്രിലോകിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഒരു നിമിഷം എന്തൊക്കെയോ ആലോചിച്ച ശേഷം അവൻ ആ മാല വാങ്ങി അവളുടെ കഴുത്തിലെ താലിയിൽ കോർത്തിട്ട് കൊടുത്തു. ശിവ ഒരു നിമിഷം കൈകൾ കൂപ്പി അവൻ്റെ താലി ഒരിക്കൽ കൂടെ ഏറ്റുവാങ്ങുമ്പോൾ ത്രസിപ്പിക്കുന്ന സന്തോഷമായിരുന്നു അവളിൽ. അവനിൽ നിർവചിച്ചറിയാൻ കഴിയാത്ത ഭാവവും. ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എങ്കിൽ എന്നോടൊപ്പം എൻ്റെ ഭാര്യ കാണും മുത്തശ്ശ. ഇതാണ് എൻ്റെ തീരുമാനം, ഇവളുടെയും. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ ഒപ്പം ത്രിലോക് തൻ്റെ തീരുമാനം കൂടെ അറിയിക്കുമ്പോൾ ഉറച്ച വാക്കുകളായിരുന്നു അവൻ്റേത്. ശിവ അവനെ ഒരു നടുക്കത്തോടെ നോക്കി. കാലം തെറ്റി പുറത്തു പെയ്യുന്ന മഴയെ നോക്കി നിൽക്കുമ്പോൾ ത്രിലോകിൻ്റെ ഉറച്ച വാക്കുകളായിരുന്നു ശിവയുടെ ഉള്ളു മുഴുവൻ. അതോടൊപ്പം കുത്തി നിറയുന്ന സംശയങ്ങളും. എന്തിനാകും നന്ദേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ മാത്രം ബന്ധമുണ്ടോ ഞങ്ങൾ തമ്മിൽ? സ്നേഹിച്ചതും ബലമായി ആ താലി ഏറ്റുവാങ്ങിയതും ഞാനല്ലേ? അങ്ങനെയുള്ളപ്പോൾ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ടാവും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക? അതോ ഇനി ഇതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമോ? മനസ്സിൽ പല സംശയങ്ങളും തികട്ടി വരുമ്പോൾ ശിവയുടെ കൈകൾ ലെയറിങ് ഒന്നും മുറുകി. നിന്റെ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരം കിട്ടിയോ? പിറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ശിവ മെല്ലെ തിരിഞ്ഞു നോക്കി.
പ്രതീക്ഷിച്ച മുഖമായതുകൊണ്ട് തന്നെ അവളിൽ പ്രത്യേകിച്ച് ഞെട്ടലേതും പ്രകടമായില്ല. കൂടുതലൊന്നും ആലോചിച്ച് നീ സ്വയം കണ്ടെത്തേണ്ടതല്ല ശിവ. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. രണ്ടാൾക്കും പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ നിന്നെ കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ ഏജിൽ അവരെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. നിനക്കാണെങ്കിൽ പ്രായത്തിൻ്റെ യാതൊരു മെച്യൂരിറ്റിയും ഇല്ല. ഇപ്പോഴും കുഞ്ഞു കളിച്ച് നടക്കുക. അത്രയും പറഞ്ഞ് അവൻ അവളെ ഒന്ന് നോക്കുമ്പോൾ ശാന്തമായ മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. എൻ്റെ ഭാര്യയായി വരണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ കസിനായി തന്നെ നിനക്ക് വരാം, അവിടെ തുടരാം. തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ. ഇനിയല്ല എന്തെങ്കിലും ജോബാണെങ്കിൽ അതും എന്നെക്കൊണ്ട് സാധിക്കും. എന്തു തന്നെയാലും നിന്റെ തീരുമാനം പോലെ. വീണ്ടും അവൻ്റെ ശ്രദ്ധ അവളിലേക്കായി. എനിക്കവിടെ സെപ്പറേറ്റ് ഫ്ലാറ്റുണ്ട്. നിനക്കവിടെ സ്റ്റേ ചെയ്യാം. ഞാനല്ലാതെ മറ്റാരും അവിടെ ഉണ്ടാവില്ല. സോ വേറെ ടെൻഷനൊന്നും വേണ്ട. ശിവ എന്തു പറയുന്നു? എല്ലാം നന്ദേട്ടൻ സ്വയം തീരുമാനിച്ചിട്ടല്ലേ. ഇനി ഇതിൽ എൻ്റെ അഭിപ്രായത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്പം ഗൗരവം നിറഞ്ഞ ആ ചോദ്യത്തിനു മുന്നിൽ ത്രിലോക് അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി. കാരണം പലപ്പോഴും തനിക്ക് മുന്നിൽ സംസാരിക്കാൻ വാക്കുകൾ കൂട്ടിപ്പറക്കുന്ന പാവം പെണ്ണിൽ നിന്നൊക്കെ മാറ്റമായിരുന്നു ഇപ്പോഴത്തെ ശിവ. എൻ്റെ തീരുമാനത്തിൽ എന്തായാലും ഒരു മാറ്റവും ഉണ്ടാവില്ല ശിവദ. ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നടത്തിയെടുക്കാനും ത്രിലോകിനെ എതിർക്കാൻ നിന്നെക്കൊണ്ട് എന്നല്ല ആർക്കും കഴിയില്ല. അവളെക്കാൾ വാക്കുകളിൽ ഗൗരവം നിറച്ച് അവൻ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ ശിവ മെല്ലെ ചുവരിലേക്ക് ചാഞ്ഞു നിന്നു. ത്രിലോക് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും കാർത്തിയും നവീനും അവിടേക്ക് കയറി വന്നു. ഒരു വേള അവരെ റൂമിൽ കണ്ട് ശിവ ഒന്ന് അമ്പരന്നു. കാരണം വന്നതിൽ പിന്നെ ഇങ്ങനെ ഒരു വരവ് ആദ്യമായാണ്. എന്തിനേറെ തമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല അവർ തന്നോട് എന്ന് ഓർത്തവൾ. എന്താടോ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നേ? ഞങ്ങളെ ഇവിടെ കണ്ടതുകൊണ്ടാണോ? നവീൻ ഒരു പുഞ്ചിരിയോടെ ചോദിക്കുമ്പോൾ ശിവയും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ശിവദ, ഞങ്ങൾ വന്നത് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. കാർത്തി തന്നെ സംസാരത്തിന് തുടക്കം കുറിക്കുമ്പോൾ ശിവ അവരെ കേൾക്കാൻ തയ്യാറായി. ത്രിലോകിൻ്റെ ന്യൂ ഡിസിഷനൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതിനെ താൻ എതിർക്കില്ല എന്ന് അറിയാം. എങ്കിലും കുറച്ച് കാര്യങ്ങൾ തന്നോട് പറയണമെന്ന് തോന്നി. ശിവ അവരെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അത് കണ്ട് കാർത്തി വീണ്ടും സംസാരിച്ചു തുടങ്ങി. താൻ ഇവിടെ കാണുന്ന തൻ്റെ നന്ദേട്ടനാവില്ല ശിവദ. ബാംഗ്ലൂർ സിറ്റിയിലെ ത്രിലോക് നാഥ്. അവനവിടെ അവൻ്റേതായ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ട് അവിടെ. അതിൻ്റെ തലവനാണ് അവൻ. അവൻ്റെ കീഴിൽ കണക്കിൽ എണ്ണമില്ലാത്ത തൊഴിലാളികളും. വേഷത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മറ്റൊരാളാകും തനിക്ക് അവിടെ കാണാൻ കഴിയുക. ശിവയുടെ കണ്ണുകൾ ഒരു വേള സംശയത്താൽ ചുരുങ്ങി. ബാംഗ്ലൂർ സിറ്റിയിലെ പേര് കേട്ട ബിസിനസ്മാനാണ് തൻ്റെ നന്ദേട്ടൻ. ബാംഗ്ലൂർ മാത്രമല്ല, ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ബിസിനസ് ശൃംഖലയാണ് അവൻ്റേത്. ഒരു പക്ഷേ അവൻ്റെ പേര് അറിയാത്തവർ വിരളമാകും. മിത്രങ്ങളെക്കാൾ ഉപരി അവന് ശത്രുക്കളാണ് അവിടെ. പിന്നെ ഇതൊക്കെ കേട്ട് താൻ പേടിക്കേണ്ട. പെട്ടെന്ന് എല്ലാം കൂടെ കണ്ട് ഷോക്കാകേണ്ട എന്ന് കരുതി ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ നന്ദേട്ടൻ തന്നെയാകും അവൻ. ഇത്തവണ അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു. എങ്കിലും അവനിൽ നിന്ന് കേട്ടറിഞ്ഞതിൻ്റെ ഒരാദി ആ നെഞ്ചിൽ കിടന്ന് പുകയുന്നുണ്ടായിരുന്നു. കൂടുതലൊന്നും ഓർത്ത് ശിവദ ടെൻഷനാകേണ്ട. ഞങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം. വിരോധമില്ലെങ്കിൽ ഫ്രണ്ട്സായി കണ്ടോളൂ. അത്രയും പറഞ്ഞ് അവളെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് കാർത്തി പുറത്തേക്കിറങ്ങി. നവീനും അവൻ്റെ പിന്നാലെ പോയി. എന്നാൽ ശിവ അപ്പോഴും എന്തോ ആലോചനയോടെ അവിടെ തന്നെ നിന്നു. പിറ്റേന്നത്തെ പ്രഭാതം ഉത്രാടപ്പുലരിയുടെ അകമ്പടിയോടെയായിരുന്നു. തറവാട്ടംഗങ്ങൾ എല്ലാവരും അതിരാവിലെ തന്നെ ഒരു ഓണക്കാലത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സ്ത്രീകളൊക്കെ സദ്യയുടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ പുരുഷന്മാർ പിന്നെ ഉമ്മറത്ത് ഇരിപ്പായി. ആരുടെയും മുഖത്ത് ഒരു തെളിച്ചവുമില്ല എങ്കിലും വരുത്തിക്കൂട്ടി ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആർക്കോ വേണ്ടി എന്നതുപോലെ. കുളി കഴിഞ്ഞിറങ്ങിയ ശിവ കാണുന്നത് കിടക്കയിലിരിക്കുന്ന ഒരു കവറാണ്. അവളൊരു സംശയത്തോടെ അതെടുത്ത് തുറന്നു നോക്കി. ഒരു വേള അവളുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴ മഞ്ഞയും കടും പച്ച നിറത്തിലുള്ള ഒരു ധാവണി സെറ്റായിരുന്നു അതിൽ. അവൾ അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും അത് തിരിച്ചും മറിച്ചും നോക്കി. മുത്തശ്ശി കൊണ്ടുവച്ചതാകും എന്നവൾക്ക് ഉറപ്പായിരുന്നു. അല്ലാതെ തനിക്കായി മറ്റാര് വാങ്ങാൻ? അവൾ വേഗം അതെടുത്ത് ചുറ്റി. അവളുടെ നിറത്തിന് അത് അത്രമേൽ ഇണങ്ങുന്നുണ്ടായിരുന്നു. തലയിലെ തോർത്തഴിച്ചു മാറ്റി അവൾ മുടി കുളിപ്പിന്നൽ കെട്ടിയിട്ടു. നെറ്റിയിലെ ഒരു പൊട്ടും വെച്ച് അമ്പലത്തിലെ ചന്ദനവും തൊട്ടു. ശേഷം മെല്ലെ വാതിൽ തുറന്ന് മുറുക്കി പുറത്തേക്കിറങ്ങി. ഹാളിൽ ഇതിനോടകം പവിയും ഇഷയും ആദിയും അഭിയും ഗൗരിയും നവീനും കാർത്തിയും ഒക്കെ വന്നിരുന്നു. എല്ലാവരും പുതുവസ്ത്രത്തിൽ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. താനും. അവർക്ക് പുറമെ അശോകനും ബാലനും സേതുവും ഇരിപ്പുണ്ട്. ശ്രദ്ധ മുഴുവൻ ഭാര്യയുടെയും സാവിത്രിയമ്മയുടെയും നേർക്കാണ്. ആ രണ്ട് മുഖങ്ങൾ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ശിവമെല്ലെ സാവിത്രിയമ്മയ്ക്ക് അരികിലായി വന്നു നിന്നു. സുന്ദരി ആയിട്ടുണ്ടല്ലോ കുട്ടിയെ. കോടിയാണോ ഇത്? സാവിത്രിയമ്മ വാത്സല്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ശിവ സംശയത്തോടെ അവരെ നോക്കി. മുത്തശ്ശിയല്ലേ ഈ കോടി എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിരുന്നത്? ഞാനോ?
ഞങ്ങൾ അതിന് ആർക്കും കോടി കൊടുത്തില്ലല്ലോ കുട്ടിയെ. ദേ എല്ലാവർക്കും ഉള്ളത് വാങ്ങിവെച്ചതേ ഉള്ളൂ, ഇനി വേണം കൊടുക്കാൻ. അപ്പോൾ പിന്നെ ഇതാര്? ഒരു വേള ശിവയുടെ നെഞ്ചൊന്നാളി. മറ്റാർക്കെങ്കിലും ഉള്ളതാണോ താൻ എടുത്തിട്ടത് എന്ന ആദിയിൽ അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്നു പാഞ്ഞു. ഇഷയും പവിയും ഗൗരിയും ധാവണി തന്നെയാണ് ഉടുത്തിരിക്കുന്നത്, അതും പല നിറത്തിൽ. അതോടൊപ്പം അതിഭംഗിയായി ഒരുങ്ങിയിട്ടുണ്ട് മൂന്നാളും. തലയിൽ മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട്. അപ്പോഴാണ് ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് താഴേക്കുള്ള സ്റ്റെയർ ഇറങ്ങി വരുന്ന ത്രിലോകിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. ഒരു നിമിഷം അവനെ കണ്ട ശിവയുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ശിവയുടെ ധാവണിയുടെ അതേ നിറത്തിലുള്ള ചെക്ക് ഷർട്ടും മുണ്ടുമാണ് അവന്റെ വേഷവും. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവവും പിരിച്ചു വെച്ചിരിക്കുന്ന മീശയും കൂടെ ആയതും പൗരുഷത്തിന്റെ മറ്റൊരു രൂപം പോലെ തോന്നിച്ചു അവനെ. ആഹാ, ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതെവിടെ നിന്ന് വന്നൂന്ന്? സാവിത്രിയമ്മ ഒരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ ശിവ പിടപ്പോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി. എന്നാൽ ബാക്കി പല മുഖങ്ങളിലും ദേഷ്യമായിരുന്നു കടന്നു വന്നത്. നവീനും കാർത്തിയും ഗൗരിയും ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കിയിരുന്നു. നന്ദൂട്ടാ, എന്താ മുത്തശ്ശി? അവൻ അവർക്ക് അരികിലേക്ക് വന്ന് ശിവയോട് ചേർന്ന് നിന്നു. അവന്റെ സാമീപ്യത്തിൽ ശിവ ഒന്ന് വിറച്ചുപോയി. അവനിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ മടങ്ങിപ്പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്തണമെന്നുണ്ട്. അതിന്നാണ്? സാവിത്രി ഗൗരവത്തോടെ പറയുമ്പോൾ എല്ലാ മുഖങ്ങളിലും ഞെട്ടലായിരുന്നു. എങ്കിൽ ത്രിലോക് മാത്രം യാതൊരു ഭാവവ്യത്യാസമില്ലാതെ നിന്നു. ശിവ ഒരു ബലത്തിനെന്നോണം അടുത്ത ചെയറിൽ മുറുകെ പിടിച്ചു നിന്നു. എല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ മുത്തശ്ശി, എനിക്ക് എതിർപ്പൊന്നുമില്ല. ത്രിലോക് സമ്മതം അറിയിക്കുമ്പോൾ അടുത്ത ഊഴം ശിവയുടേതായി. സാവിത്രിയമ്മയുടെ കണ്ണുകളും അവൾക്ക് നേരെ നീണ്ടു. കുട്ടിയൊന്നും പറഞ്ഞില്ല. മുത്തശ്ശി നിൽക്കുപ്പ. അവൾ തന്റെ എതിർപ്പ് അറിയിക്കാൻ തുടങ്ങിയതും ത്രിലോക് ഇടത് കൈ അവളുടെ ഇടുപ്പിലൂടെ നുഴഞ്ഞു കയറിയതും ഒന്നിച്ചായിരുന്നു. അവിടെ അവൻ ഒന്ന് അമർത്തിയതും ശിവ നിന്ന നിൽപ്പിൽ ഒന്ന് ഉയർന്നു പൊങ്ങി. നിക്ക് സമ്മതമാണ് മുത്തശ്ശി. അവന്റെ കൈകൾ ശക്തമായി അവിടെ മുറുകിയതും അവൾ വേഗത്തിൽ പറഞ്ഞു. ത്രിലോകിന്റെ ചുണ്ടുകൾ വിടരുന്നതിന്റെ ഒപ്പം കൈകൾ അവളിൽ നിന്ന് അയഞ്ഞു. നല്ലത്, എന്നാൽ കുട്ടികൾക്ക് കോടി കൊടുത്താലോ? തന്റെ ഭർത്താവിന്റെ സമ്മതം കൂടെ കിട്ടിയതും സാവിത്രിയമ്മ എല്ലാവർക്കും മുന്നേ വാങ്ങിവെച്ച ഓണക്കോടി എടുത്തു, നവീനും കാർത്തിക്കും ഉൾപ്പെടെ. ശേഷം മുറ്റത്ത് എല്ലാവരും കൂടെ പൂക്കളം ഇട്ടു. ശിവ എല്ലാത്തിൽ നിന്നും മാറി നിന്നു. അവൾക്ക് കൂട്ടായി എന്നോണം ത്രിലോകും. പവിക്കും ഇഷയ്ക്കും ഇതൊക്കെ കണ്ട് അടക്കാൻ കഴിയാത്ത ദേഷ്യം തോന്നി എന്നത് മറ്റൊരു സത്യം. ഉച്ചയായതും സദ്യയിലേക്ക് കടന്നു. സാവിത്രിയമ്മ ധ്രുവിനെയും സുഹാസിനെയും വിളിച്ചുവെങ്കിലും അവർ സ്നേഹത്തോടെ ഒഴിഞ്ഞുമാറി. തങ്ങളുടെ തറവാട്ടിലെ സ്ഥാനം അവർക്ക് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാവണം. എല്ലാവരും നിലത്ത് ഒന്നിച്ചിരുന്നാണ് സദ്യ കഴിച്ചത്. സാവിത്രിയമ്മയുടെ ആഗ്രഹമായിരുന്നു അത്. അവിടെയും ത്രിലോക് ശിവയ്ക്കൊപ്പമായിരുന്നു. ആദ്യം അബി, പിന്നെ ഇഷ, അവൾക്കടുത്ത് പവി, ആദി, ത്രിലോക്, ശിവ, അങ്ങനെയായിരുന്നു ഇരുന്നത്. ശിവയ്ക്കാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് ഓടാനുള്ള തോന്നലാണെങ്കിൽ അതിന് കഴിയാത്ത അവസ്ഥയും. എല്ലാം കൊണ്ട് വീർപ്പ് മുട്ടുന്നതായി തോന്നി ശിവയ്ക്ക്. 2 തവണത്തെ ചോറ് കഴിഞ്ഞതും അടുത്ത പായസം വന്നു. ചൂട് കടലപ്രഥമനിൽ പഴവും പപ്പടവും ചേർത്ത് മെല്ലെ ഇളക്കി അതിൽ അല്പം മാങ്ങ അച്ചാർ കൂടെ കലർത്തി ശിവ കൊതിയോടെ വായിലേക്ക് വയ്ക്കാനൊരുങ്ങിയതും ത്രിലോക് അവളുടെ ആ കൈയിലേക്ക് പിടിച്ച് തന്റെ വായിലേക്ക് വെച്ചു. ശേഷം അവൻ ആ വിരൽ ഉൾപ്പെടെ ആസ്വദിച്ച് നുണഞ്ഞെടുത്തു. ശിവ ആകെ തരിച്ചിരുന്നു പോയി. കൈക്കൊപ്പം അവളുടെ ശരീരവും വിറച്ചു. സാവിത്രിയമ്മ സന്തോഷത്തോടെ അവരിൽ നിന്ന് മുഖം മാറ്റുമ്പോൾ പവി തന്റെ കൈ രണ്ടും ചുരുട്ടി പിടിച്ചു. അശോകും സേതുവും കലിയോടെ പരസ്പരം നോക്കുമ്പോൾ ത്രിലോകും ശിവയും ഇതൊന്നും അറിയാതെ തങ്ങളുടെ ലോകത്തായിരുന്നു. ഇനിയുള്ള തങ്ങളുടെ ഭാവി എന്തെന്നറിയാതെ.